CPMന്റെ പോളിറ്റ് ബ്യൂറോക്രാറ്റുകളിൽ ഒരാളായ കോടിയേരി ബാലകൃഷ്ണൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ബോംബുണ്ടാക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും സർവ്വവിജ്ഞാന നിധിയാണ്. അതുകൊണ്ട് തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വധം നടക്കുന്നതിന് മുമ്പേ ഈ ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയ്ക്ക് അറിയാവുന്ന പല കാര്യങ്ങളും കോടിയേരിക്ക് അറിയാമോ എന്ന കാര്യത്തിൽ സംശയം ബാക്കിയാണ്. ഇന്ന് ഈ പാർട്ടിയെ തകർക്കാൻ പുതിയ രൂപത്തിൽ ഉള്ള പ്രചരണ പരിപാടികൾ, അക്രമങ്ങളാണ് ഇന്ന് പാർട്ടിക്കെതിരെ നടത്തുന്നത്. ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും ഈ CPM നേതാക്കന്മാരുടെ അപജയങ്ങളെ സംബന്ധിച്ചും CPMന് ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന അവരുടെ വലതുപക്ഷ വ്യതിയാനത്തെ സംബന്ധിച്ചും വളരെ വ്യക്തമായി കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയുന്ന കേരളത്തിലെ ജനത, ഒരു വലിയ വിഭാഗം ജനങ്ങൾ അത് തിരിച്ചറിയുകയും നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അത് തടയാൻ വേണ്ടിയിട്ട് സഖാവ് ചന്ദ്രശേഖരനെ നിങ്ങൾ കൊന്നു. ശത്രുവർഗങ്ങൾ പുതിയ രൂപത്തിൽ ഇന്ന് പാർട്ടിക്കെതിരായി കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാനമായും നമ്മളെ തകർക്കാൻ കള്ളപ്രചരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ CPM നേതൃത്വം ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങളുടെ രാഷ്ട്രീയം ഏറ്റവും പ്രസക്തമായി ഉയർന്നു വരികയാണ്. എന്താണോ സഖാവ് TP ഈ രാജ്യത്തോട് പറയാൻ ഉദ്ദേശിച്ചത് അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ വിധത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. അവിടെ വടകരയിൽ നടന്ന ഒരു കൊലപാതകമാണ് ഇന്ത്യയിൽ നടന്ന ഒരേ ഒരു കൊലപാതകം എന്ന നിലയിൽ ചിത്രീകരിക്കുന്ന സ്ഥിതിവിശേഷമാണ് മാധ്യമങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഈ CPM, കണ്ണൂരിലെ ഈ CPM നേതൃത്വം, ഈ മാടമ്പി CPM നേതൃത്വം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട CPM നേതൃത്വം എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ CPM നേതൃത്വം വളരെ വ്യക്തമായിട്ട് ഈ രാജ്യത്തെ പൊതുജനങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് നിങ്ങൾ സഖാവ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത്? ഇത്രയും ക്രൂരമായി അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്താൻ മാത്രം ആ സഖാവ് എന്ത് തെറ്റാണ് ഈ CPM നേതാക്കന്മാരോട് ചെയ്തത്, അല്ലെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറഞ്ഞേ മതിയാവുള്ളൂ. അവിടെ നടന്ന സംഭവം പാർട്ടിയുടെ മേലെ കെട്ടിവെക്കുകയായിരുന്നു. നിങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞു തരണം. നിങ്ങൾക്ക് പങ്കില്ലെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അറസ്റ്റ് ചെയ്ത ഈ ക്രിമിനൽ സംഘമുണ്ടല്ലോ, 7 അംഗ ക്രിമിനൽ സംഘം, കൊടിസുനി, കീർമാണി മനോജ്, രജീഷ് തുടങ്ങിയ ക്രിമിനൽ സംഘത്തിനെ എന്തിനാണ് നിങ്ങൾ കേസ് നടത്തി സംരക്ഷിക്കുന്നത്? അവരുടെ വീടുകളിലേക്ക് കൃത്യമായിട്ട് മാസത്തിൽ അവരുടെ വീട് കഴിയാനുള്ള തുക നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയട്ടെ. ആ സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ പൊതുജനമധ്യത്തിൽ തകർക്കാൻ സാധിക്കുമോ എന്നാണ് ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ ചെയ്തത്. ഞങ്ങൾ ഒരു CPM, ഒരു ബൂർഷ്വാ പ്രസ്ഥാനത്തിന്റെയും കൂടിയല്ല, ഒരു UDFന്റെയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടിയല്ല. ഞങ്ങൾ കൃത്യമായിട്ട് മാർക്സിസ്റ്റ് ആശയത്തിൽ വിശ്വസിച്ച്, മാർക്സിയൻ ദർശനത്തിൽ വിശ്വസിച്ച് അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾ ഉപേക്ഷിച്ച ആ വിപ്ലവ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് അതിന്റെ ഏറ്റവും ഉയർന്ന വിപ്ലവ മൂല്യത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കും. അതാണ് RMP എന്ന രാഷ്ട്രീയ പാർട്ടി. യഥാർത്ഥത്തിൽ ഉള്ളവരെല്ലാം സാക്ഷികളായത് എന്നതിന്റെ കള്ളത്തരമല്ലേ ഇപ്പോൾ കോടതിയിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പങ്ക് വളരെ വ്യക്തമായി പുറത്തു വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു സംശയം വേണ്ട, ഈ അന്വേഷണം വന്നാൽ പിണറായി വിജയനും ഈ ജയരാജനും അറിയാതെ ഈ കൊലപാതകം നടക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. നിങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രചാരവര ചെയ്യുന്നതിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സഖാവ് ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഈ പാർട്ടി രൂപീകരിച്ച സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പിണറായിയുടെയും P ജയരാജനെയും ഒക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർ ഏതൊക്കെ തരത്തിൽ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ചൊക്കെ സഖാവിന് വിവരം കിട്ടിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പറയേണ്ട സമയത്ത് പറയാൻ തയ്യാറാകും. ഓർത്തിരുന്ന പിണറായി വിജയൻ, P ജയരാജനും നിങ്ങൾ ഏത് സമയത്ത് കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സഖാവ് ചന്ദ്രശേഖരന്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം അതിലില്ല. അപ്പോൾ NDF, RMP, UDF ഇവരെല്ലാം കൂടി ചേർന്ന് നടക്കുന്ന ഒരു സഖ്യം, അവരാണ് ഈ കേരളത്തിലെ CPMനെ ഇടതുപക്ഷത്തിനെതിരായി നടക്കുന്ന വിവിധ സംഭവങ്ങളിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ചേർന്ന് വളർന്നു വരുന്ന ഒരു അവിശുദ്ധ സഖ്യത്തിന്റെ സൂചനയാണ്. 2008 RMP പ്രസ്ഥാനം രൂപീകരിച്ചത്. അന്ന് ഭരിക്കുന്നത് LDF ആണ് കേരളത്തിൽ.
2009 3 പ്രാവശ്യം സഖാവ് ചന്ദ്രശേഖരനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടന്നു. അതിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പോയി. ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ അത് പൂഴ്ത്തി. എന്തിനാണ് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് തുറന്നു പറയണ്ടേ? വളരെ കൃത്യമല്ലേ? അപ്പോൾ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് വളരെ വ്യക്തമല്ലേ? ഇതൊക്കെ അന്വേഷണ വിധേയമാക്കണം. സഖാവ് ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ഭാവിയുടെ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, സത്യസന്ധമായ രാഷ്ട്രീയം. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങൾ ഒഞ്ചിയത്ത് തുടക്കം കുറിച്ചത്. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നാളെ കേരളത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ. കുരങ്ങ് കയറാത്ത മരമുണ്ടോ എന്ന് ചോദിച്ചതുപോലെയാണ് BJPയും എന്നാണ് പാർട്ടി നേതാവ് കെ സുരേന്ദ്രൻ പറയുന്നത്. എല്ലാവരും പേടിച്ചോടുന്നിടത്തൊക്കെ ചാടിക്കയറാൻ ധൈര്യമുള്ള ഏക പാർട്ടിയാണത്രേ BJP. തീവ്രവാദത്തിൻ്റെ നാരായ വേരെറുക്കാനായി നാറാത്തേക്ക് നടത്തിയ മാർച്ചിനിടയിലാണ് സുരേന്ദ്രൻ പാർട്ടിയുടെ ശക്തി ഓർത്ത് വികാര വിജൃംഭിതനായത്. കേരളത്തിൽ 14 സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ 14 സ്ഥലങ്ങൾ, ആളുകൾക്ക് പോകാൻ പറ്റാത്ത 14 സ്ഥലങ്ങൾ. അവിടെ വിപ്ലവമില്ല, ജനാധിപത്യമില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ലാത്ത 14 സ്ഥലങ്ങളുണ്ട്. ഭീമാപ്പള്ളിയുണ്ട്, കുറ്റിച്ചിറയുണ്ട്, അൻവാറുശ്ശേരിയുണ്ട്, ഗ്രീൻ വാലി ഉണ്ട്, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ട്. അതാണ് ഉർമീസ്. കേരളത്തിൽ ഒരേ ഒരു പാർട്ടി മാത്രമേ, ആൺകുട്ടികളുടെ പാർട്ടി ആയിട്ടല്ല, BJP മാത്രമേ അവിടെ മാർച്ച് നടത്തിയിട്ടുള്ളൂ. അതാണ് ഉർമീസ്. ഭീകരവാദികളുടെ മുമ്പിൽ കഴുത്തിന്റെ മുകളിൽ തലയങ്ങ് അറുത്തുപോയാലും മുട്ടുമടക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്ന ഒരേ ഒരു പ്രസ്ഥാനമേ കേരളത്തിലുള്ളൂ, ഇന്ത്യയിലുള്ളൂ. അത് BJPയും RSSുമാണ്. അതാണ് ഉർമീസ്. തീവ്രവാദത്തിന്, രാജ്യദ്രോഹത്തിന്, ഭീകരപ്രവർത്തനത്തിനെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഈ രാജ്യത്ത് സംഘടിപ്പിക്കും. അതാണ് ഉർമീസ്. നിരോധനാജ്ഞയും പോലീസും പട്ടാളവും എല്ലാം വിന്യസിച്ചിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഈ മാർച്ച് വന്നിട്ടുണ്ട്. ഇനിയും ആയിരക്കണക്കിന് ആളുകൾ വഴിയിൽ കിടക്കുകയാണ്. അതാണ് ഉർമീസ്. വേണ്ടി വന്നാൽ കണ്ണൂർ ജില്ലയെ ആകമാനം സ്തംഭിപ്പിക്കുന്ന തുടർ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ മുന്നറിയിപ്പ് സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ ഈ അതാണ് ഉറുമീസ് എന്ന് അപ്പ ഇങ്ങോട്ട് പറയണ്ട. ഇല്ല, പറയില്ല. മുതലാളിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് മേലിൽ ഞാൻ മിണ്ടില്ല. അതാണ് ഉറുമീസ്.